നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാളിൽ നിന്നും ജീവനതുല്യം സ്നേഹിച്ച ഒരാളിൽ നിന്നും നിങ്ങൾക്ക് വലിയൊരു ചതി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ആ നിമിഷത്തിൽ എന്തിനാണ് അവർ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യം നിങ്ങളുടെ നെഞ്ചിൽ ഒരു ഭാരമായി നിന്നിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ, നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ അറിയാവുന്നവർ, നമ്മുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കിയവർ പെട്ടെന്നൊരു ദിവസം നമുക്ക് തീരെ അപരിചിതരായ ആളുകളായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നേരിട്ടിറങ്ങിച്ചെല്ലാൻ പോകുന്നത്. വിശ്വാസം എന്നത് ഒരു കണ്ണാടി പോലെയാണ് എന്ന് പറയാറുണ്ട്. എത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും ഒരു ചെറിയ അശ്രദ്ധ മതി അത് താഴെ വീണ് 1000 കഷ്ണങ്ങളായി ചിതറിപ്പോകാൻ. ആ ചിതറിയ കണ്ണാടി കഷ്ണങ്ങൾ പിന്നീട് എത്ര ശ്രമിച്ചാലും പഴയതുപോലെ കൂട്ടിയൊട്ടിക്കാൻ നമുക്ക് കഴിയില്ല. ഒട്ടിച്ചാൽ തന്നെ അതിലെപ്പോഴും ആ വിള്ളലുകളുടെ പാടുകൾ അവശേഷിക്കും. മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിലും ഇത് 100% സത്യമാണ്. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നത് വലിയൊരു തീരുമാനമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണത്. ആ താക്കോൽ ഉപയോഗിച്ച് അവർക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുവരാനും അവിടെ സന്തോഷം നിറയ്ക്കാനും കഴിയും. എന്നാൽ അതേ താക്കോൽ ഉപയോഗിച്ച് അവർക്ക് നമ്മുടെ ഹൃദയത്തെ തകർത്തെറിയാനും സാധിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ മാറുന്നത് എന്ന്. ഇന്നലെ വരെ നമുക്കുവേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞവർ ഇന്ന് നമ്മുടെ മുഖത്തുപോലും നോക്കാതെ നടന്നുപോകുന്നത് കാണുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയ്ക്ക് ലോകത്ത് മറ്റൊരു മരുന്നുമില്ല. കാലം മാത്രമാണ് അതിനുള്ള ഒരേയൊരു പരിഹാരം. എന്നാൽ കാലം ആ മുറിവുകൾ ഉണക്കുന്നതിനു മുൻപ് തന്നെ നമ്മൾ ഒരുപാട് കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടാകും, ഒരുപാട് രാത്രികളിൽ ഉറക്കം കളഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയവും ഊർജവുമാണ് അത്തരം ആളുകൾക്ക് വേണ്ടി നാം പാഴാക്കുന്നത്. ഇവിടെയാണ് നാം ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയേണ്ടത്. ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരോ നമ്മളെപ്പോലെ സ്നേഹിക്കാൻ കഴിവുള്ളവരോ അല്ല. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് തന്നെ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മളെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിയും. അതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ചില ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തു വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത 4 കൂട്ടം ആളുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമതായി, നാം ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്തത് സ്വാർത്ഥരായ ആളുകളെയാണ്. സ്വാർത്ഥത എന്നത് മനുഷ്യനിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ വിഷമാണ്. തന്റെ കാര്യം, തന്റെ സന്തോഷം, തന്റെ വിജയം, ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാത്തവരാണ് സ്വാർത്ഥരായ ആളുകൾ. ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് തന്നെ വളരെ ആകർഷകമായ രീതിയിലായിരിക്കും. അവർ നിങ്ങളോട് വളരെ മധുരമായി സംസാരിക്കും, നിങ്ങളെ പുകഴ്ത്തും, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറാൻ ശ്രമിക്കും. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അവരുടെ ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായിരിക്കും അവർക്ക് നിങ്ങൾ. സ്വാർത്ഥരായ ആളുകളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ അവർക്കൊപ്പം ചിലവഴിക്കുന്ന സമയങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ സംസാരം എപ്പോഴും അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും അവർ എപ്പോഴും സംസാരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ നിങ്ങളുടെ സങ്കടങ്ങളിൽ പങ്കുചേരാനോ അവർക്ക് ഒരിക്കലും സമയമുണ്ടാകില്ല. ഇനി അഥവാ നിങ്ങൾ നിങ്ങളുടെ ഒരു വലിയ സങ്കടം അവരോട് പങ്കുവച്ചാൽ തന്നെ വളരെ നിസ്സാരമായി അവർ അതിനെ തള്ളിക്കളയുകയും വീണ്ടും അവരുടെ കാര്യങ്ങളിലേക്ക് സംസാരം തിരിച്ചുവിടുകയും ചെയ്യും. ഇത്തരക്കാർക്ക് ഒരു ബന്ധത്തിലും ആത്മാർത്ഥതയുണ്ടാകില്ല. അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾക്കെന്തെങ്കിലും നൽകാനല്ല, മറിച്ച് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ പണമോ നിങ്ങളുടെ സ്വാധീനമോ നിങ്ങളുടെ സമയമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമോ ആകാം അവർക്ക് വേണ്ടത്. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ നിങ്ങളെ തേടിവരും. എത്ര തിരക്കാണെങ്കിലും അവർ നിങ്ങളെ വിളിക്കും. എന്നാൽ നിങ്ങൾക്ക് അവരെ ആവശ്യമുള്ളൊരു സമയം വന്നാൽ, നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, അവരെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവർ ഒരിക്കലും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല. അവർക്കെപ്പോഴും തിരക്കായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തതിന് 100 കാരണങ്ങൾ അവർ കണ്ടുപിടിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്വാർത്ഥരായ ആളുകളുണ്ടെങ്കിൽ അവരെ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം സ്വന്തം കാര്യം നേടാൻ വേണ്ടി അവർ ഏതു നിമിഷവും നിങ്ങളെ തള്ളിപ്പറയും. അവർക്ക് അവരുടെ താൽപ്പര്യങ്ങൾ മാത്രമാണ് വലുത്. അതിനുവേണ്ടി മറ്റൊരാളുടെ കണ്ണീരോ വേദനയോ അവർക്കൊരു പ്രശ്നമേയല്ല. അവർ സ്വന്തം കാര്യസാധ്യത്തിനായി എന്ത് ചതിയും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും. അതിനാൽ അത്തരം ആളുകൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും ഇടം നൽകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.
നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വലിയ പ്രചോദനമാണ്. രണ്ടാമതായി, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്തത് എപ്പോഴും കള്ളം പറയുന്നവരെയാണ്. കളവ് പറയുക എന്നത് ചില ആളുകൾക്ക് ഒരു ശീലമാണ്, അല്ലെങ്കിൽ ഒരു രോഗമാണ് എന്ന് തന്നെ പറയാം. ഒരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും അവർ കള്ളം പറയും. സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും അവർ അറിയാതെ കള്ളം പറഞ്ഞുപോകും. ഇത്തരക്കാരുമായുള്ള ബന്ധം എപ്പോഴും ഒരു അഗ്നിപർവ്വതത്തിനു മുകളിൽ ജീവിക്കുന്നതുപോലെയാണ്. എപ്പോഴാണത് പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഒരു ബന്ധത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്നത് പരസ്പരമുള്ള വിശ്വാസമാണ്. സത്യസന്ധതയില്ലാതെ ഒരു ബന്ധത്തിനും നിലനിൽപ്പില്ല. എന്നാൽ എപ്പോഴും കള്ളം പറയുന്ന ഒരാളോടൊപ്പം ജീവിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായി ചങ്ങാത്തം കൂടുമ്പോഴോ നിങ്ങൾക്കൊരിക്കലും സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അതോ കള്ളമാണോ എന്ന് എപ്പോഴും നിങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഫോൺ അടിക്കുമ്പോൾ, അവർ പുറത്തേക്ക് പോകുമ്പോൾ, അവർ വൈകി വരുമ്പോൾ എല്ലാം നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ നിറയും. ഈ സംശയങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ സമാധാനം കെടുത്തുകയും നിങ്ങളെ മാനസികമായി തളർത്തുകയും ചെയ്യും. കള്ളം പറയുന്നവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവർ തങ്ങൾ പറയുന്ന കള്ളങ്ങളെ വളരെ മനോഹരമായി സത്യമാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കും. അതിനായി അവർ പല കഥകളും മെനയും. ഒരു കള്ളം മറച്ചുവെക്കാൻ അവർ 100 കള്ളങ്ങൾ വേറെ പറയും. അവസാനം അവർ തന്നെ പറഞ്ഞ കള്ളങ്ങളുടെ വലയിൽ അവർ കുരുങ്ങിപ്പോകും. എന്നാൽ ഈ പ്രക്രിയക്കിടയിൽ അവർ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അവരെ വിശ്വസിക്കുന്നവരെയാണ്. നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച ഒരു കാര്യം വലിയൊരു കള്ളമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ലോകം തന്നെ ഇടിഞ്ഞുവീഴുന്നതുപോലെ നിങ്ങൾക്ക് തോന്നും. കള്ളം പറയുന്നവർക്ക് ഒരിക്കലും നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാകില്ല. കാരണം സ്നേഹമുള്ളിടത്ത് സത്യസന്ധതയുണ്ടാകും. നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കള്ളം പറയുന്ന ഒരാൾക്ക് നിങ്ങളുടെ വികാരങ്ങൾക്ക് ഒരു വിലയും നൽകാൻ കഴിയില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി നിങ്ങളെ എളുപ്പത്തിൽ കബളിപ്പിക്കാൻ കഴിയും. ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കള്ളം പറയുന്നവർ നാളെ വലിയ കാര്യങ്ങൾക്കും കള്ളം പറയും. അവസാനം വലിയൊരു ചതിയിലൂടെ അവർ നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിച്ചേക്കാം. അവർ സ്വന്തം കാര്യസാധ്യത്തിനായി എന്ത് ചതിയും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും. അതുകൊണ്ടുതന്നെ സ്ഥിരമായി കള്ളം പറയുന്നവരെ എന്തു വന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കരുത്. മൂന്നാമതായി, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും അകറ്റി നിർത്തേണ്ട, ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് പണത്തോട് മാത്രം താൽപ്പര്യമുള്ളവർ. പണം എന്നത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതില്ലാതെ നമുക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പണം മാത്രമാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ ലോകം മുഴുവൻ പണത്തിനു ചുറ്റുമാണ് കറങ്ങുന്നത്. അവർ മനുഷ്യരെ വിലയിരുത്തുന്നത് അവരുടെ ബാങ്ക് ബാലൻസും, അവർ ധരിക്കുന്ന വസ്ത്രങ്ങളും, അവർ ഉപയോഗിക്കുന്ന കാറുകളും നോക്കിയാണ്. ഇത്തരക്കാർക്ക് മനുഷ്യബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ല. അവർ ഒരു സൗഹൃദം സ്ഥാപിക്കുന്നതോ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതോ എല്ലാം സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ടു മാത്രമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ പണമുള്ളപ്പോൾ, നിങ്ങൾ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുമ്പോൾ അവർ നിങ്ങളുടെ ചുറ്റും എപ്പോഴുമുണ്ടാകും. നിങ്ങളെ പുകഴ്ത്താനും നിങ്ങളുടെ നിഴലായി നടക്കാനും അവർക്ക് യാതൊരു മടിയുമുണ്ടാകില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോയാൽ, നിങ്ങളുടെ ബിസിനസ് തകർന്നാൽ ആദ്യം നിങ്ങളെ ഇട്ടേച്ചു പോകുന്നത് ഇത്തരക്കാരായിരിക്കും. പണത്തോട് മാത്രം താൽപ്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം, വിശ്വാസം, ആത്മാർത്ഥത എന്നീ വാക്കുകൾക്കൊന്നും ഒരർത്ഥവുമില്ല. അവരുടെ നിഘണ്ടുവിൽ ലാഭം, നഷ്ടം എന്നീ 2 വാക്കുകൾ മാത്രമേയുള്ളൂ. തനിക്ക് സാമ്പത്തികമായി ലാഭമുണ്ടാക്കുന്ന ആരെയും അവർ സ്നേഹിക്കും. അതുപോലെ തന്നെ തനിക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത സ്വന്തം മാതാപിതാക്കളെപ്പോലും തള്ളിപ്പറയാൻ അവർക്ക് മടിയുണ്ടാകില്ല. ഇത്തരക്കാരെ നിങ്ങൾ വിശ്വസിച്ചാൽ അവർ നിങ്ങളുടെ പണവും സമ്പത്തും ഊറ്റിക്കുടിക്കുകയും നിങ്ങളൊന്നുമില്ലാത്തവനായി മാറുമ്പോൾ നിങ്ങളെ വഴിയിലുപേക്ഷിച്ച് കടന്നുകളയുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. പണത്തിനു പിന്നാലെ മാത്രം പായുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ പണത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. അവിടെ മറ്റൊരാൾക്ക് സ്നേഹം നൽകാനിടമില്ല. പണത്തിനുവേണ്ടി അവർ ഏത് താഴേക്കിടയിലുള്ള പ്രവൃത്തിയും ചെയ്യും. സ്വന്തം സുഹൃത്തുക്കളെ ഒറ്റിക്കൊടുക്കാനും കൂടെ നിൽക്കുന്നവരെ വഞ്ചിക്കാനും അവർക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വരില്ല. അവർ സ്വന്തം കാര്യസാധ്യത്തിനായി എന്ത് ചതിയും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും. അതുകൊണ്ട് പണത്തെ മാത്രം സ്നേഹിക്കുന്നവരെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കരുത്. അവരെ അകറ്റി നിർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും. നാലാമതായി, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്തതുമായ വിഭാഗമാണ് അത്യാഗ്രഹികൾ. ആഗ്രഹം എന്നത് മനുഷ്യസഹജമാണ്. ജീവിതത്തിൽ മുന്നോട്ടു പോകാനും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും ആഗ്രഹങ്ങൾ നമ്മെ സഹായിക്കും. എന്നാൽ
ആഗ്രഹം അത്യാഗ്രഹമായി മാറുമ്പോൾ അതൊരു വലിയ വിപത്തായി മാറുന്നു. അത്യാഗ്രഹികൾക്കൊരിക്കലും അവർക്കുള്ളതിൽ തൃപ്തി കണ്ടെത്താൻ കഴിയില്ല. അവർക്ക് എത്ര കിട്ടിയാലും എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായാലും അവർക്ക് വീണ്ടും വീണ്ടും വേണം എന്ന ചിന്ത മാത്രമായിരിക്കും. അത്യാഗ്രഹികളായ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടുന്നവരാണ് എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകുമ്പോൾ, നിങ്ങളൊരു പുതിയ വീട് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാൻ അവർക്ക് കഴിയില്ല. പകരം എങ്ങനെ നിങ്ങളെ അതിൽ നിന്നും താഴെയിറക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെ സ്വന്തമാക്കാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അവർ നിങ്ങളുടെ കൂടെ നിന്ന് ചിരിക്കുമെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള അസൂയയും പകയുമായിരിക്കും പുകയുന്നത്. അത്യാഗ്രഹികൾ എപ്പോഴും കുറുക്കുവഴികളിലൂടെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവരായിരിക്കും. കഠിനാധ്വാനം ചെയ്ത് മുന്നേറുന്നതിനു പകരം മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തി മുകളിലേക്ക് കയറാനാണ് അവർ ശ്രമിക്കുക. അതിനായി അവർ ഏത് നെറികെട്ട മാർഗവും സ്വീകരിക്കും. അവർക്ക് ബന്ധങ്ങളുടെ പവിത്രതയോ മനുഷ്യത്വമോ ഒന്നും ഒരു വിഷയമേയല്ല. തനിക്ക് വേണ്ടത് നേടുക, അതിനാരെ വഞ്ചിച്ചാലും തനിക്ക് പ്രശ്നമില്ല എന്നതായിരിക്കും അവരുടെ മനോഭാവം. നിങ്ങൾ ഒരു അത്യാഗ്രഹിയെ നിങ്ങളുടെ സുഹൃത്താക്കിയാൽ, അല്ലെങ്കിൽ ജീവിത പങ്കാളിയാക്കിയാൽ, നിങ്ങളുടെ സമാധാനം അവിടെ അവസാനിച്ചു എന്നുറപ്പിക്കാം. അവർ എപ്പോഴും എന്തെങ്കിലും പുതിയ ആവശ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ അവർക്ക് വേണ്ടി എത്രയൊക്കെ ചെയ്താലും അവർ ഒരിക്കലും തൃപ്തരാകില്ല. പോരാ പോരാ എന്ന അവരുടെ പരാതികൾ കേട്ട് നിങ്ങൾ മാനസികമായി തളർന്നുപോകും. അവസാനം നിങ്ങളുടെയെല്ലാം അവർ കവർന്നെടുക്കുകയും നിങ്ങളെ ശൂന്യതയിലേക്ക് തള്ളിയിടുകയും ചെയ്യും. അത്യാഗ്രഹിയായ ഒരാൾ തന്റെ നേട്ടത്തിനു വേണ്ടി സ്വന്തം ചോരയെപ്പോലും ചതിക്കാൻ മടിക്കില്ല. അവർ സ്വന്തം കാര്യസാധ്യത്തിനായി എന്ത് ചതിയും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും. അതിനാൽ അത്തരക്കാരെ നിങ്ങളുടെ നിഴലിൽ പോലും അടുപ്പിക്കരുത്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. അതിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ തെറ്റായ ആളുകളെ വിശ്വസിച്ച് ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ ഈ സന്തോഷവും സമാധാനവും എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടും. സ്വാർത്ഥരായ ആളുകൾ, എപ്പോഴും കള്ളം പറയുന്നവർ, പണത്തോട് മാത്രം താൽപ്പര്യമുള്ളവർ, അത്യാഗ്രഹികൾ എന്നിവരെ എന്ത് സംഭവിച്ചാലും ഒരിക്കലും വിശ്വസിക്കരുത്. ഇവർ 4 കൂട്ടരും പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ചുറ്റുമുണ്ടാകും. ചിലപ്പോൾ അവർ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാകാം. മുഖം മൂടി ധരിച്ച് നടക്കുന്ന ഇവരെ തിരിച്ചറിയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അവരുടെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും അവരുടെ സ്വഭാവ സവിശേഷതകളിലൂടെയും നമുക്കിവരെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒരാളെ വിശ്വസിക്കുന്നതിനു മുൻപ് അവരുടെ വാക്കുകൾ മാത്രമല്ല അവരുടെ പ്രവൃത്തികളും ശ്രദ്ധിക്കുക. കാരണം വാക്കുകൾ കൊണ്ട് ആർക്കും എന്തു വേണമെങ്കിലും പറയാം, എന്നാൽ പ്രവൃത്തികളിലൂടെയാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് അവർ എങ്ങനെ പെരുമാറുന്നു എന്നും ശ്രദ്ധിക്കുക. ഇന്ന് മറ്റൊരാളെ ചതിക്കുന്നവൻ നാളെ നിങ്ങളെയും ചതിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വില മനസ്സിലാക്കാത്ത, നിങ്ങളുടെ സ്നേഹത്തിന് അർഹതയില്ലാത്ത ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇടം നൽകാതിരിക്കുക. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ശരി, നിങ്ങളെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന, ഉപയോഗിക്കുന്ന ആളുകളുടെ കൂടെ ഒരിക്കലും നിൽക്കരുത്. നിങ്ങളുടെ ആത്മാഭിമാനമാണ് മറ്റെന്തിനേക്കാളും വലുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ 4 കൂട്ടം ആളുകളെ പടിയിറക്കി വിടുന്ന അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം ഉദിക്കും. അവിടെ സംശയങ്ങളില്ല, ഭയമില്ല, ചതിക്കപ്പെടുമെന്ന ആശങ്കയില്ല. അവിടെ സത്യസന്ധതയും ആത്മാർത്ഥതയും മാത്രമുള്ള നല്ല മനുഷ്യരുണ്ടാകും. അവർ നിങ്ങളുടെ സന്തോഷത്തിലൊപ്പം ചിരിക്കുകയും സങ്കടങ്ങളിൽ തോളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. അത്തരം നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അത് ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഒരിക്കൽ കൂടി ഓർക്കുക, സ്വാർത്ഥരായ ആളുകൾ, എപ്പോഴും കള്ളം പറയുന്നവർ, പണത്തോട് മാത്രം താൽപ്പര്യമുള്ളവർ, അത്യാഗ്രഹികൾ എന്നിവരെ ഒരിക്കലും വിശ്വസിക്കരുത്. അവർ സ്വന്തം കാര്യസാധ്യത്തിനായി എന്ത് ചതിയും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും. നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും അർഹതയില്ലാത്തവർക്ക് നൽകി ജീവിതം പാഴാക്കാതിരിക്കുക. ജാഗ്രതയോടെ ജീവിക്കുക. സത്യസന്ധരായ മനുഷ്യരെ മാത്രം ഹൃദയത്തോട് ചേർക്കുക.